നമസ്കാരം. ജോൺ. എനിക്ക് സുഖം വേണം. ഒരിക്കൽ ശ്രീബുദ്ധനോട് ഒരാൾ ആവശ്യപ്പെട്ടു, എനിക്ക് സുഖം വേണം. ബുദ്ധൻ അരുളി ചെയ്തു, ആദ്യം എനിക്ക് എന്നത് ഉപേക്ഷിക്കുക, അതിൽ അഹംബോധം മാത്രമാണ്. അടുത്തതായി വേണമെന്നത് മനസ്സിൽ നിന്ന് കളയുക, ശേഷിക്കുന്നത് സുഖം മാത്രം. നമുക്കാർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത കാര്യമായിരിക്കാം, പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൻ്റെ കോണിലുണ്ടെങ്കിൽ പല ദുഃഖങ്ങളെയും ഒരു പരിധിവരെ അകറ്റി നിർത്താം. ഒരിക്കലും നേടാനാവാത്ത മോഹങ്ങൾ മണ്ടി കരകയറുമ്പോൾ നമ്മുടെ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ആഴം വർദ്ധിക്കുന്നു. വളർച്ചയും അഭിവൃദ്ധിയും വേണ്ടെന്ന് വച്ച് ആലസ്യത്തിന് അടിമയാകണമെന്നല്ല ഇതിലെ സൂചന. പക്ഷേ ആഗ്രഹങ്ങൾ പ്രായോഗികമാണെന്ന് സ്വയം ഉറപ്പുവരുത്തണം. ഒരിക്കലും കയ്യെത്താത്ത അമ്പിളിമാവനെ പിടിച്ചു കിട്ടാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പഠിച്ചു തയ്യാറെടുത്ത് മത്സരിച്ച് വിജയത്തിനടുത്തെത്തിയെന്ന് കരുതിയിരിക്കുമ്പോൾ ആ ജോലി കിട്ടില്ല എന്നറിഞ്ഞാൽ ആർക്കും ഉണ്ടാകും നിരാശയും ദുഃഖവും. പക്ഷെ ആ സാഹചര്യത്തെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് തരണം ചെയ്ത് മറ്റു ജോലിക്കായി പ്രയത്നിച്ച് വിജയിക്കാനാമെന്ന ദൃഢനിശ്ചയം മനസ്സിൽ ഉറപ്പിക്കുകയാണ് വിവേകശാലികൾ ചെയ്യേണ്ടത്. ഒരു തിരസ്കാരം ലോകാവസാനത്തിൻ്റെ സൂചനയേ അല്ല. സുഖത്തിലും നമുക്കും ഇടയിൽ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും അത്യാഗ്രഹവും ഞാൻ ഏറ്റവും മികച്ചവനെന്ന അഹങ്കാരവുമാകാം. ഇവ രണ്ടും നമ്മെ കഷ്ടപ്പാടിലേക്കും വൃഥായിലേക്കും നയിക്കുന്നു. അന്യനെ തോൽപ്പിച്ച് വിജയക്കൊടി പാറിച്ചാൽ തനിക്ക് സുഖം കൈവരുമെന്ന ചിന്ത വ്യാമോഹമായി തീർന്നേക്കാം. വീഴ്ചയുടെ മുന്നോടിയാണ് അഹന്ത എന്ന ഇംഗ്ലീഷ് മൊഴി. രാജ്യാവകാശമുള്ള പാണ്ഡവർക്ക് പാതി രാജ്യമെങ്കിലും പകുത്തു നൽകേണ്ട സ്ഥാനത്ത് സൂചികുത്താൻ പോലും സ്ഥലം കൊടുക്കില്ലെന്ന് വാശി പിടിച്ച് അത്യാഗ്രഹവും അഹങ്കാരവുമായ മഹായുദ്ധത്തിന് പോയ ദുര്യോധനന്റെ ദുരന്തകഥ നമുക്ക് വലിയ ജീവിതപാഠമാണ് പകർന്നു തരുന്നത്. മനുഷ്യർ സുഖാന്വേഷികളാണ്. വേദനയെ ഒഴിവാക്കാനും സുഖകരമായ അനുഭവങ്ങൾ ലഭിക്കാനും ആഗ്രഹിക്കുന്നത് മനുഷ്യസഹജം. പക്ഷേ എൻ്റെ സുഖാന്വേഷണം അന്യൻ്റെ ദുഃഖത്തിന് ഇടവരുത്തുന്നതിലും നാം മനസ്സുവയ്ക്കണം. വലിയ ദർശനത്തിനൊന്നും പോകാൻ സാധാരണക്കാർക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. എങ്കിലും ചില കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിൽ വയ്ക്കാം. സുഖദുഃഖങ്ങൾ ഒരു പരിധിവരെ മാനസികാവസ്ഥയാണ്. ശാരീരികമായ സുഖമെന്ന് തോന്നുന്ന അതേ കാര്യം മറ്റൊരവസരത്തിൽ അസുഖകരമായി അനുഭവപ്പെടാം. കേട്ട് തലയറിഞ്ഞ് ചിരിച്ച് രസിച്ച് സുഖിക്കുന്ന ഫലിതം കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ കേവലം ഉപദ്രവമായി തോന്നാം. സുഖമെവിടെ, ദുഃഖമെവിടെ, സ്വപ്നമരീചിക മറഞ്ഞു കഴിഞ്ഞാൽ ആശയെവിടെ, നിരാശയെവിടെ എന്ന ഗാനശകലത്തിനുമുണ്ട് കാര്യം. പ്രതീക്ഷിക്കാത്ത അനുഭവം വരാത്തപ്പോഴത്തെ നിരാശയിൽ നിന്നാണ് പല ദുഃഖങ്ങളും രൂപം കൊള്ളുന്നത്. അമിത പ്രതീക്ഷയില്ലെങ്കിൽ ദുഃഖം കുറയ്ക്കാനും സുഖമെന്ന തോന്നാനും നിലനിർത്താനും കഴിയും. താങ്ക് യു.